ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ഈ RSS അനുഭാവ പുലർത്തുന്ന നേതാക്കളിൽ പലരായി റാപ്പർ വേടനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ NR മധു രംഗത്ത് വന്നു, ശശികല രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴിതാ BJPയുടെ കൗൺസിലർ കൂടിയായിട്ടുള്ള മിനി കൃഷ്ണകുമാർ NIAക്കാണ് പരാതി നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുന്നു ഗാനങ്ങളിലൂടെ എന്നുള്ളതാണ് അവരുടെ പരാതി. താങ്കൾക്ക് എന്താണ് ഇത്തരം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ RSS അനുഭാവ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നീക്കങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ എന്ന കോമഡി കണ്ടതിന്റെ 50-ാം വർഷമാണിത്. ഈ ജൂണിൽ 50 വർഷം തികയുകയാണ്. അന്ന് അതിന്റെ ഇരകൾ ആക്കപ്പെട്ടവർ, വിക്ടിംസ് ആയിരുന്നവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP അല്ലെങ്കിൽ അവരുടെ മുൻഗാമികൾ. പക്ഷെ അവരുടെ ഈ നിലപാടിൽ ഒരു മാറ്റവും കാണുന്നില്ല. കുറെ കൂടി ആ കോമഡിയുടെ ആഴം വർദ്ധിക്കുകയാണ്. NIA എന്നത് എന്താണ്, ആ ഏജൻസിയുടെ അധികാരം എന്താണ്, ഇതൊന്നും അറിയാതെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരാളുടെ അഭിപ്രായം പറയുന്നു. അത് ശരിയാകാം, തെറ്റാകാം, നമുക്ക് യോജിപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാകാം. അതിന് NIAക്ക് എന്താ ഇവിടെ കാര്യമുള്ളത്? നമ്മൾ ഈ രീതിയിൽ ഈ പരാതി കൊടുത്ത് ആളിനെ ബുദ്ധിമുട്ടിക്കുക, ഇത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. വേടൻ ആയാലും ആരായാലും അയാൾക്ക് അയാളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഒരാളെയും, പ്രധാനമന്ത്രി ഉൾപ്പെടെ ആരെയും പരിഹസിക്കരുത്, ആക്ഷേപിക്കരുത്, വിമർശിക്കരുത്, കളിയാക്കരുത് എന്നൊന്നും ഈ നാട്ടിൽ നിയമമില്ല. എല്ലാവരും പൗരന്റെ അഭിപ്രായ പ്രകടനത്തിന് വിധേയരാണ്. അതുമാത്രമാണ് വേടൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആക്ഷേപമുള്ളവർക്ക് നിയമപരമായ വഴികൾ സ്വീകരിക്കാം. NIA ഉപയോഗിക്കും, പട്ടാളത്തെ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്വന്തം സംഘടിത ശക്തി ഉപയോഗിച്ച് നേരിടും എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് അങ്ങേയറ്റം അപലപനീയമാണ് ഇത്തരം ആളുകളെ, ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ പ്രകടനത്തെ അതിനെ പാർട്ടി BJP തന്നെ ഇടപെട്ട് നിയന്ത്രിക്കേണ്ടതാണ്. ഇതിൽ താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ ഓരോ അന്വേഷണ ഏജൻസിയുടെയും ഉത്തരവാദിത്വം എന്ത് എന്നത് സ്വാഭാവികമായും BJPക്കും BJP നേതാക്കൾക്കും അറിവുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ NIAക്ക് ഇങ്ങനെ ഒരു പരാതി നൽകുമ്പോൾ അത് ആ അറിവില്ലായ്മയുടെ പുറത്ത് നൽകുന്ന പരാതിയായി നോക്കിക്കാണാൻ സാധിക്കുമോ? അതെ, അത് ഒന്നുകിൽ NIA എന്ന് പേര് കേൾക്കുമ്പോൾ വേടൻ, അയാളിപ്പോൾ എത്ര പോപ്പുലർ ആണെങ്കിലും ഒരു സാധാരണ ചെറുപ്പക്കാരനാണ്. അയാളെ അല്ലെങ്കിൽ അയാളെ പോലെയുള്ള വിമർശകരെ, പരിഹാസകരെ, അവരെ ഭയപ്പെടുത്താം, ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ നിശബ്ദരാക്കാം, നിഷ്ക്രിയരാക്കാം എന്ന ഒരു ധാരണയായിരിക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ ഏത് ഏജൻസിയെ കൊണ്ടും എന്തും ചെയ്യിക്കാൻ അവർക്ക് കഴിയുമല്ലോ. NIA എന്ത്, NIAയുടെ ചുമതല എന്ത്, അധികാരം എന്ത് എന്ന് ആ നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിൽ, UAPA എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെ അവരുടെ കയ്യിൽ അതല്ല. അവരുടെ കയ്യിൽ എങ്ങനെ വേണമെങ്കിലും പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപകരണം, ഭരണകൂട ഉപകരണമാണ് NIA എന്ന് പറയുന്നത്. ഇനി നാളെ മറ്റേതെങ്കിലും ഏജൻസിയെ നമ്മൾ കരുതുമല്ലോ, ഇപ്പോൾ മണി ലോണ്ടറിങ് എന്താണ് വേടന്റെ കാര്യത്തിൽ, ചിലപ്പോൾ അതനുസരിച്ചും കേസെടുത്തേക്കാം, ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ വലിയ തോതിലുള്ള ഒരു അപകടത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയമല്ല, വലിയ തോതിലുള്ള ഒരു ഭരണഘടനാപരമായ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സാധാരണ പൗരന്, ഒരു സാധാരണ മനുഷ്യന് അയാൾക്ക് അയാളുടെ പ്രധാനമന്ത്രിയെ കുറിച്ച്, അയാളുടെ ഭരണകൂടത്തെക്കുറിച്ച്, ഈ സ്റ്റേറ്റിനെ കുറിച്ച് അഭിപ്രായം ഉണ്ടായാൽ അത് പറയാൻ കഴിയില്ല എന്ന് വന്നാൽ എന്താണ് അതിന്റെ അവസ്ഥ? അതുകൊണ്ടാണ് ഇതിൽ ആരെങ്കിലും ഉത്തരവാദപ്പെട്ടവർ ഇടപെട്ട് ഈ BJP വക്താക്കളുടെയും പ്രാദേശിക നേതാക്കന്മാരുടെയും ഒക്കെ ഈ ഇടപെടലിനെ, ജനത്തെ ഭയപ്പെടുത്തുന്ന ഈ രീതികളെ നിയന്ത്രിക്കണം. ഒരു കാര്യം കൂടിയുള്ളത്, ഈ കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള KP ശശികല വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു. അതിന് റാപ്പർ വേടന്റെ മറുപടി ഉണ്ടാകുന്നുണ്ട്. തൻ്റെ രാഷ്ട്രീയത്തിനെ ഭയക്കുന്നു, അല്ലെങ്കിൽ താൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ ഭയക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടിയുണ്ടോ? വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ, പറയുന്ന രാഷ്ട്രീയത്തെ ഭയക്കുന്നത് കൊണ്ടുകൂടിയാണോ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത്? അത് വേടൻ എന്ന ഗായകന്റെ അല്ലെങ്കിൽ പെർഫോമറുടെ, റാപ്പറുടെ പോപ്പുലാരിറ്റി അല്ലല്ലോ ഇവരെ അലട്ടുന്നത്. ഇതൊരു രാഷ്ട്രീയമാണ്. വേടൻ ഇപ്പോൾ പൊടുന്നനെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുകയാണ്. നമുക്കത്ര പരിചയമുള്ള ആളായിരുന്നില്ല, പ്രത്യേകിച്ച് എനിക്ക് പരിചയമുള്ള ആളായിരുന്നില്ല വേടൻ എന്നത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു പോപ്പുലാരിറ്റിയുടെ, ജനപ്രിയതയുടെ അടിസ്ഥാനത്തിൽ അയാളൊരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ രാഷ്ട്രീയം ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്.
അതുകൊണ്ടാണ് ജാതി എന്ന് പറഞ്ഞുകൂടെ, ജാതിയെ കുറിച്ച് മിണ്ടരുത് എന്നൊക്കെ അവർ പറയുന്നത്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇത് അംബേദ്കറുടെ ഇന്ത്യയാണ്. അംബേദ്കറുടെ ഇന്ത്യയിൽ ജാതി വിഷയം തന്നെയാണ്. ആ ജാതിയിൽപ്പെട്ട ഒരാൾ താൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ തന്റെ സമൂഹം അനുഭവിക്കുന്ന അവശതയെക്കുറിച്ച് തന്റേതായ രീതിയിൽ അത് അവതരിപ്പിക്കുമ്പോൾ, രാഷ്ട്രത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ ഈ രീതിയിൽ അല്ല അതിനെ കാണേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതും. യെസ്, വളരെ നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഞങ്ങളോട് പ്രതികരിച്ചതിന്.